നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കഴിഞ്ഞ 2 മാസമായിട്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളാണെങ്കിൽ അതിൽ ആത്മവിശ്വാസത്തോടുകൂടി പണം മുതൽ മുടക്കാൻ തീരുമാനിക്കും. കരാർ ജോലികളാണെങ്കിൽ അത് ഏറ്റെടുക്കുവാനും ഒപ്പുവയ്ക്കുവാനും സാധ്യത കാണുന്നുണ്ട്. നിശ്ചയദാർഢ്യത്തോടുകൂടിയതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും തന്മൂലം സൽകീർത്തിയും ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഔദ്യോഗിക തലത്തിൽ ഇനിയൊരു സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാൽ വികസ്വര രാജ്യത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള അനുമതി അല്ലെങ്കിൽ നിയമനാനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ അവിടേക്ക് കൊണ്ടുപോവുക എന്ന സങ്കല്പത്തിന് കാലതാമസം 1 വർഷം കാലതാമസം ഉണ്ടാകുമെങ്കിൽ പോലും വന്നു ചേരുന്ന അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. അഹോരാത്രം കഴിഞ്ഞ 1 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസം, സമാധാനം എന്നിവ ഉണ്ടാവുക മാത്രമല്ല, ഭാവിയിലേക്ക് ഇനിയും സുരക്ഷിതത്വമുള്ള കർമ്മ പദ്ധതികൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ അത് സ്വന്തം നിലയിലും ജോലി സ്ഥലത്തേക്കും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള തൊഴിൽ മേഖലകൾ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അമിത വേഗത നിയന്ത്രിച്ചുകൊണ്ടുള്ള വാഹന ഉപയോഗമാണെങ്കിൽ നല്ലതാണ്. അല്ലാത്ത പക്ഷം അസമയങ്ങളിൽ ഉറക്കൊഴിച്ചുള്ള യാത്രയൊക്കെ തന്നെ പരമാവധി ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. വികസിത രാഷ്ട്രത്തിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവർക്ക് വളരെ വർഷങ്ങളായി ജന്മനാട്ടിൽ ഓണാഘോഷത്തിന് വന്ന് ചേർന്നിട്ട് എന്തായാലും കൂടുതൽ ദിവസങ്ങൾ അവധിയെടുത്തും കൊണ്ട് ബന്ധുമിത്രാദികളെയും നാട്ടുകാരെയും കാണാൻ തക്കവണ്ണം ജന്മനാട്ടിലേക്ക് ഓണക്കാലത്തിനുടൻ മുൻപായി വന്നു ചേരുവാനായിട്ട് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവധി ദിനങ്ങളിൽ പോലും മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സുവ്യക്തമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് പണം മുതൽ മുടക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനോ ഭാവിയിലേക്ക് മുറികൾ കൂടുതലുള്ള വീട് വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനും സാധ്യതയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം നിലവിലുള്ള ജോലിയോടൊപ്പം ഉപരിപഠനത്തിന്, അതായത് ഹ്രസ്വകാല പാഠ്യപദ്ധതികളൊക്കെ ചേരുവാൻ അവസരം വന്നു ചേരും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളായ ഹോമിയോ ചികിത്സ, ആയുർവേദം, പ്രകൃതി ചികിത്സ എന്നിവയ്ക്ക് തയ്യാറാകുവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടവരും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. ആത്മപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ദുഷ്കീർത്തികളെല്ലാം അതിജീവിച്ച് ആശ്വാസമേകുന്ന ഘടകങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ സാധ്യത കാണുന്നു. മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകുന്നത് വഴി കുടുംബകാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മക്കളുടെ പേരിൽ വിശേഷപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നു.
പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക, സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നിവയൊക്കെ തന്നെ പരമാവധി ഈ മാസത്തിലോ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യക്തി താല്പര്യപ്രകാരം പ്രസ്ഥാനത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള പദ്ധതികൾ സമർപ്പിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. നിശ്ചയദാർഢ്യത്തോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിവിധമായുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. യുക്തിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിൽ നന്നാവുക. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി ആദ്യം ജീവിത പങ്കാളിക്കായിരിക്കാം അനുമതി ലഭിക്കുക. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഉത്സാഹം, കാര്യനിർവഹണ ശക്തി എന്നിവ അനുകൂലമായുള്ള വിജയത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. എന്നാൽ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്നുകൂടി ഒരു ധാരണ ഉണ്ടാവേണ്ടതുമുണ്ട്. ഇതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനാണ് യോഗമുള്ളത്. എന്നിരുന്നാലും ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർദ്ദേശങ്ങളും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അന്തിമ നിമിഷത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ ഈ മാസത്തിന്റെ ഒടുവിൽ പ്രാപ്തിയുണ്ടാകുന്നതാണ്. ഇതിന്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ പണം മുതൽ മുടക്കാതെ തന്നെ തൊഴിൽ മേഖലകളിൽ വിപുലമാക്കുന്നതിനെ പറ്റിയിട്ടുള്ളതായിട്ടുള്ള ദീർഘകാല പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുവാൻ പോലും ഈ മാസത്തിന്റെ ഒടുവിൽ സാധ്യത കാണുന്നു. ഓണക്കാലത്തിനോടനുബന്ധമായി പുത്രപൗത്രാദികൾ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ, ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ അഥവാ തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാൻ യോഗമുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി നാർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ യോഗം കാണുന്നു. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. വൈജ്ഞാനികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. പലപ്പോഴും ഹ്രസ്വവീക്ഷണമുള്ള കർമ്മ പദ്ധതികളെല്ലാം ഒഴിവാക്കി ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും ഏറ്റെടുക്കുവാനുമുള്ള ഒരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പ്രതികൂല സാഹചര്യങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സയുക്തികം പ്രവർത്തിക്കുന്നതിനുകൊണ്ട് എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ അനുവർത്തിക്കാൻ യോഗം കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യനായി ജീവിക്കാൻ അവസരമുണ്ടാകുമെങ്കിൽ പോലും ഈ മാസത്തിൽ ഒരുപക്ഷെ ശമ്പളം കൊടുക്കുവാനായിട്ട് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. ജീവിത പങ്കാളിക്ക് പലവിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് ദൂരദേശത്തുള്ള ആശുപത്രിവാസം വേണ്ടി വരുവാൻ യോഗമുണ്ട്. പലപ്പോഴും ദൃഷ്ടിപഥത്തിലുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ളൊരു മിഥ്യാധാരണകൾ ഒഴിവാക്കി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാനും പണനഷ്ടത്തിനും യോഗം കാണുന്നതുമുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ യോഗം കാണുന്നു. വിൽപ്പന ഉദ്ദേശത്തോടുകൂടി വാങ്ങിയതായുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ യോഗം കാണുന്നുണ്ട്.
ഗർഭിണികൾക്ക് ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വിശ്രമം വേണ്ടി വരുവാനും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അശരണരായവർക്ക് അഭയം, ആശ്രയം എന്നിവ നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും നിഷ്കർഷയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി ഭാവിയിലേക്ക് ഗുണകരമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും മുൻപ് പറഞ്ഞ പോലെ തന്നെയാണ്. വേണ്ടപ്പെട്ടവരാണെങ്കിലും യുക്തിപൂർവം ഏത് പ്രകാരത്തിലും പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാൻ സാധ്യത കാണുന്നു. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഉന്നത തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പലർക്കും ഒരു ആശങ്ക, ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ ഒരുപക്ഷെ ഇനിയും ചില പാഠ്യപദ്ധതികൾക്ക് ചേരുവാനുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുണ്യപ്രവർത്തികൾക്കും ധർമ്മപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി സമൂഹത്തിൽ നിന്നും ഉന്നതരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നു. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാത്തിലും ഉപരി ഈശ്വരാരാധനകളാലും അഹോരാത്രം പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ഉള്ളതുകൊണ്ടും പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കാനുള്ള ഒരു അവസരം ജൂലൈ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.